പെണ്ണിനെക്കാളും നോക്കിയല്ലോ. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കല്യാണ വീട്ടിലാണ് കേട്ടോ. അപ്പം കല്യാണ വീട്ടിലാണെന്ന് വെച്ചാലും ഇന്നല്ല കല്യാണം, നാളെയാണ് കല്യാണം. കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോയിലൂടെ. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസവും കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റിസപ്ഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മൾ പെണ്ണ് വീട്ടുകാരൊക്കെ നല്ല വിരുന്നിന് അവിടോട്ട് ചെല്ലുമല്ലോ. ആ ഒരു പരിപാടിയും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാണ് പെൺകൊച്ചിൻ്റെ വീട്, അതായത് നമ്മുടെ ചേച്ചിയുടെ വീട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വന്നപ്പോഴേ ബാക്കിലോട്ട് പോവാണ്. നമുക്ക് ബാക്കിൽ പാചകപ്പരയും അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുന്ന പന്തലും അവിടുത്തെ വിശേഷം ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ്ട് നമ്മുടെ വീടിൻ്റെ അടുക്കള സൈഡാണ്. അപ്പം ബാക്കിലോട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെയാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും അവിടെയാണ് നമുക്ക് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സ്പേസാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വീടിൻ്റെ അകത്തത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാരണവർ ഇവരുടെ അപ്പൂപ്പനൊക്കെയാണ് കേട്ടോ ഇവിടെ ഇരിപ്പുണ്ട്. അവിടുന്ന് നേരെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ അകത്ത് തലേ ദിവസം രാവിലത്തെ ഒരു സമയങ്ങളൊക്കെയാണ് കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ വെളുപ്പിനെയൊന്നും അല്ല, എന്നാലും 10-11 മണി അങ്ങനെയൊക്കെയുള്ളൊരു സമയത്തെ കാഴ്ചയാണ്. അപ്പോൾ പ്രിയയുടെ അപ്പം നമ്മൾ കല്യാണ പെണ്ണ് ഏതാണെന്നും ആ വിശേഷങ്ങളിലോട്ടൊക്കെ വരാം. അപ്പോൾ ദാണ്ട് ഇവിടെ നമ്മുടെ കുട്ടി സെറ്റുകളൊക്കെ ഇവിടെ എന്തൊക്കെയോ പണികൾ ഒരുക്കുകയാണ്. പരിപാടി മേക്കപ്പാണോ? ഇവിടെ മേക്കപ്പിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് വൈദവും ലച്ചൂസും കൂടി എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുകയാണ് ഒളിച്ച്. അപ്പം എല്ലാവരും അപ്പുറത്തിൻ്റെ സമയത്ത് അവർക്ക് അവരുടേതായ കാര്യങ്ങളിലോട്ട് അവർ നിൽക്കുകയാണ്. പിന്നെ വന്നിട്ട് ഇതാണ് പെണ്ണിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പം പെണ്ണിൻ്റെ അനിയത്തി ഒരുക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് സൗണ്ടൊന്നും വീഡിയോയുടെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ഒരു ചാനലിൽ എന്തൊക്കെയോ പിള്ളേർ പാട്ടും പരിപാടികളും ഒക്കെ കാണുന്നുണ്ട്, അതൊന്നും നമുക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റില്ല. എങ്കിലും പിന്നീടുള്ള ഭാഗത്തേക്ക് ഇവിടുത്തെ സൗണ്ട് കൊടുത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മുടിയുടെ അടിഭാഗം ഒന്ന് കേൾ ചെയ്ത് ഇടുവാണ്. അപ്പോൾ നമുക്ക് കല്യാണ പെണ്ണിനെ കാണാം കേട്ടോ, അത് വഴിയേ കാണാം. ഇതാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ ആൻറ്റിയാണിത് കേട്ടോ. പെണ്ണിനെക്കാളും നോക്കിയല്ലോ. അപ്പം ഇതാണ് കല്യാണ പെണ്ണ് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടത് കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയാണ്. അപ്പം ലക്ഷ്മിപ്രിയ എന്നാണ് പേര്, ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പം ഇവള് ടീച്ചിങ് ഫീൽഡാണ്. പിന്നെന്താണ്, അപ്പം പിന്നെ നമ്മൾ എല്ലാം അങ്ങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇനി വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ പിന്നെ അപ്പുറത്ത് ഫുഡ് കഴിക്കുന്നിടത്തോട്ടൊന്നും നമ്മൾ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ബന്ധുക്കളൊക്കെ ഇവിടെ തന്നെ എല്ലാവരും ഇവിടെ ഫുഡ് കഴിച്ചിട്ടായാലും ഇപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നമ്മുടെ എല്ലാ ബന്ധുക്കളും വന്ന് പോയി എല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ അപ്പോഴൊന്നും നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചു ആ ഒരു തിരക്കിൽ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ആണെങ്കിൽ ഇനി നമ്മൾ കല്യാണ വീഡിയോ പിന്നീടാണ് അടുത്തൊരു വീഡിയോയിലാണ് ഇടുന്നത്. അപ്പോൾ റിസപ്ഷൻ്റെ കല്യാണം കഴിഞ്ഞുള്ള റിസപ്ഷൻ്റെ കുറച്ച് വിശേഷവും കൂടി നമ്മുടെ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ, കുക്കിംഗ് വീഡിയോ, അങ്ങനെയൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ വ്ളോഗും എല്ലാം നമ്മളെല്ലാ ടൈപ്പ് വീഡിയോ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അൺബോക്സിങ് ആയാലും ഡ്രസ്സിൻ്റെ എല്ലാ റിവ്യൂ ആയാലും നമ്മൾ അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാം. അപ്പോൾ എന്താണ്ട് വൈകിട്ട് രാത്രിയിൽ കല്യാണ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ ചെറുക്കൻ വരുന്ന ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ചെറുക്കനും ചെറുക്കൻ്റെ കൂട്ടുകാരും കുറച്ച് പേരും കൂടിയാണ് ഇങ്ങനെ ഈ ഒരു ചടങ്ങിന് വരുന്നത്. അപ്പോൾ അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പയ്യനും കുറച്ച് അവരുടെ കൂട്ടുകാരും കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് കുറേ നേരമൊക്കെ ഇരിക്കും. പിന്നെ അവർ ഫുഡ് കഴിക്കും. പിന്നെ ഈ കൂട്ടുകാരന്മാർക്ക് നമ്മൾ ചെറുക്കൻ ഒഴികെ കൂട്ടുകാരന്മാർക്ക് നാരങ്ങ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളാണ്. ചെറുക്കന് കൊടുക്കത്തില്ല നാരങ്ങ. അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളാണ് ഈ രാത്രിയിൽ ഈ പയ്യൻ നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. അപ്പം ചില നാടുകളിലൊന്നും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾ കാണത്തില്ലായിരിക്കും. ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ പരിപാടിയൊക്കെ ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാവരും വന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പരിപാടി എന്ന് വെച്ചാൽ റിസപ്ഷൻ പരിപാടിയാണ് കേട്ടോ. ചെക്കൻ്റെ വീട്ടിലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ ഒരു ഡ്രസ്സ്. ഈ ഒരു ഡ്രസ്സാണ് അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് പയ്യൻ്റെ വീട്ടിൽ വാങ്ങിച്ചിട്ടുള്ളത്. അവർക്കിടാൻ ഒരേ കണക്ക് പയ്യനാണ് ബാക്കിൽ നിൽക്കുന്നത് കേട്ടോ. അവർക്ക് ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് എനിക്കിഷ്ടപ്പെട്ട്. ഈ ഒരു കളറും ഈ ഡ്രസ്സിൻ്റെ ഡിസൈനും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിങ്ങനെ എടുത്തു പറഞ്ഞത്. പിന്നെ ഇനി ഇവിടെ പരിപാടി എന്ന് വെച്ചാൽ ചെറിയൊരു കേക്ക് കട്ടിങ്, ഫുഡ് കഴിക്കൽ അതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആൾക്കാരെല്ലാം നമ്മൾ തിരിച്ചു പോകും. അപ്പം പിന്നെ കല്യാണ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പം കേക്ക് കട്ടിങ്ങിലോട്ട് പോകാം. അപ്പം നണ്ട് നന്ദൂട്ടിയും മഹി എല്ലാവരും കേക്ക് കട്ടിങ് പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട പരിപാടിയായത്. അതുകൊണ്ട് അവർ രണ്ട് ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. അപ്പോൾ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കല്യാണ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ സ്നാക്സും ഡ്രിങ്ക്സും ഐസ്ക്രീമും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. അതുകൊണ്ട് കാറിൽ തന്നെ കയറുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.